ഔദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് നമ്മൾ നജസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസന്നിഫ് റഹ്മഹുല്ല ആദ്യമായിട്ട് നിസ്കാരത്തിൻ്റെ 5 ഷർത്തുകളെ പരിചയപ്പെടുത്തി. ഒന്നാമത്തത്, അശുദ്ധിയിൽ നിന്ന് നിസ്കരിക്കുന്ന ആൾ ശുദ്ധി വരുത്തണം എന്നുള്ളതാണ്. അപ്പം വലിയ അശുദ്ധിയാണ് ഇയാൾക്കുള്ളത് എങ്കിൽ അയാൾ കുളിച്ച് ശുദ്ധി വരുത്തണം. ഇനി ചെറിയ അശുദ്ധിയാണ് അയാൾക്കുള്ളത് എങ്കിൽ വുളു എടുത്ത് ശുദ്ധി വരുത്തണം. ഇനി വലിയ അശുദ്ധിയോ ചെറിയ അശുദ്ധിയോ ഉണ്ടാവുകയും വുളു എടുക്കാനോ അല്ലെങ്കിൽ കുളിച്ച് ശുദ്ധി വരുത്താനോ അയാൾക്ക് സാധിക്കാതിരിക്കുകയും ചെയ്താൽ തയമ്മം എന്ന് പറയുന്ന ശുദ്ധീകരണ മുറ അയാൾ ഉപയോഗിക്കണമെന്നോ നമ്മൾ പറഞ്ഞു. അതിൻ്റെ വിശാലമായ ചർച്ചകളായിരുന്നു ഇതുവരെ നമ്മൾ നടത്തിയത്. രണ്ടാമത്തെ ഷർത്താണ്, നിസ്കരിക്കുന്ന ആൾ തൻ്റെ വസ്ത്രത്തിൽ നിന്നും തൻ്റെ ശരീരത്തിൽ നിന്നും താൻ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന ആ സ്ഥലത്തിൽ നിന്നും നജസിനെ ശുദ്ധിയാക്കണം, നജസിനെ നീക്കം ചെയ്യണം. അവിടെ നമ്മൾ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിരുന്നു. നിസ്കാരത്തിൽ ഇളവില്ലാത്ത ഒരു നജസുമായി ഒരാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയും അയാൾക്ക് അയാളുടെ ശരീരത്തിൽ അങ്ങനെ ഒരു നജസ്സുണ്ട് എന്ന് അറിയില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെ നജസോടുകൂടെ നിസ്കാരിച്ചാൽ നിസ്കാരം ബാത്തിലാകും എന്നറിയില്ല, അങ്ങനെയാണെങ്കിൽ പോലും അയാളുടെ നിസ്കാരം സാധുവാകുകയില്ല, വാലിഡ് ആവുകയില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് മുസന്നിഫ് നടത്തുന്നത് നജസിനെ കുറിച്ചുള്ള വിശാലമായൊരു ചർച്ചയാണ്. അതാണ് അന്നജാസത്തു, മാലിന്യങ്ങൾ. അന്നജാസത്തു ലുവത്തൻ, ഭാഷയിൽ നജസാകുന്നത് കുല്ലു മുസ്തക്തരിൻ, എല്ലാ മ്ലേച്ഛതയുള്ള വസ്തുക്കളുമാണ്, എല്ലാ മാലിന്യമായ വസ്തുക്കളുമാണ്. എന്നാൽ ശർഅൻ, കർമ്മശാസ്ത്ര വീക്ഷണ പ്രകാരം നജസ് എന്ന് പറഞ്ഞാൽ മുസ്തക്തറുൻ, മാലിന്യമുള്ള മ്ലേച്ഛമായ വസ്തുക്കളാണ്. യംനഉ, എങ്ങനത്തെ മ്ലേച്ഛമുള്ള വസ്തുവാണ്? അത് തടയുന്നു സിഹത്ത സ്വലാത്തി, നിസ്കാരത്തിൻ്റെ സാധുതയെ തന്നെ, വാലിഡിറ്റിയെ തന്നെ തടയുന്നുണ്ട്. ഹൈസുല മുറഹിസ, നിസ്കാരത്തിൽ ഇളവ് നൽകുന്ന വസ്തുക്കൾ അല്ലാതിരിക്കുന്ന സമയത്ത്. അപ്പം നിസ്കാരത്തിൽ ഇളവ് നൽകുന്ന വസ്തുക്കൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. അതല്ലാത്തടത്ത് നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ തന്നെ തടയുന്ന എല്ലാ മ്ലേച്ഛമുള്ള വസ്തുക്കളെക്കുറിച്ചുമാണ് നമ്മൾ കർമ്മശാസ്ത്രത്തിൽ നജസ് എന്ന് പറയാറുള്ളത്. വ തജിബു ഇസാലത്തുഹ, ആ നജസിനെ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. ഇന്ദ സ്വലാത്തി, നിസ്കരിക്കുന്ന വേളയിൽ. അതുപോലെ തന്നെ വസ്തിയമാലി ഷൈഇൻ, ഒരു വസ്തുവിനെ ഉപയോഗിക്കുന്ന അവസരത്തിലും ഫീഹി, ആ വസ്തുവിലുണ്ട് നജാസത്തു, നജസ് ഉണ്ട്. അപ്പം നജസ്സുള്ള ഒരു വസ്തുവിനെ ഉപയോഗിക്കുമ്പോൾ അതിലെ ആ നജസിനെ നീക്കം ചെയ്ത് ഉപയോഗിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ തലമുഹി ബിഹ, ഈ നജസുമായിട്ട് പുരളൽ, അബസൻ, ഒരു കാര്യവുമില്ലാതെ വെറുതെ ഇങ്ങനെ പുരളുമ്പോഴും നജസിനെ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. നജസുമായി ഒരാവശ്യവുമില്ലാതെ പുരളൽ ഹറാമാണ് എന്നത് മറ്റൊരു വിഷയം. ഏതായാലും അങ്ങനെ പുരളുമ്പോൾ നജസിനെ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ വ തൻജീസിഹി, ഇവൻ നജസാക്കുന്ന സമയത്തും മിൽക്ക വൈരിൻ, മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ളതിനെ അങ്ങനെ നജസാക്കുമ്പോഴും ആ നജസിനെ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. വ തജിബു ഇസാലത്തുഹ, ഈ നജസിനെ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. ഐലൻ, വീണ്ടും നേരത്തെ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ നജസിനെ നീക്കം ചെയ്യണം. അതിന് പുറമെ അനിൽ മയ്യത്തി, മയ്യത്തിനെ തൊട്ടും. എപ്പോഴാണ് മയ്യത്തിനെ തൊട്ട് നജസിനെ നീക്കം ചെയ്യേണ്ടത്? ഇതാ ഹറജത്ത് മിൻഹു, ആ നജസ് പുറപ്പെട്ടാൽ മിൻഹു, ഈ മയ്യത്തിൽ നിന്ന്. അതുപോലെ തന്നെ വമിനൽ മസ്ജിദി, പള്ളിയിൽ നിന്നും നജസിനെ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. അതുപോലെ വമിനൽ മുസ്ഹഫി, മുസ്ഹഫിൽ നിന്നും. വമിൻ കുല്ലി മുഅല്ലമിൻ, ഇതുപോലെ തന്നെ എല്ലാ വന്ദിക്കപ്പെടുന്ന വസ്തുക്കളിൽ നിന്നും നജസിനെ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നജസിൻ്റെ വ്യത്യസ്തങ്ങളായ ഇനങ്ങളെക്കുറിച്ചാണ്. അൻവാ ഉൻ നജാസാത്തി, നജസുകളുടെ ഇനങ്ങൾ. മുസന്നിഫ് റഹ്മഹുല്ല ഇവിടെ 3 തരത്തിലുള്ള നജസിൻ്റെ ഇനങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, അൻ നജാസത്തു മിനൽ ജമാദി, അചേതന വസ്തുക്കളിൽ നിന്നുള്ള നജസ്. ഒന്നെന്താണ്? കുല്ലു മുസ്കിരിൻ മായിൻ, എല്ലാ ദ്രാവക രൂപത്തിലുള്ള മസ്താക്കുന്ന, ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളും നജസാണ്. ഇതുപോലെ കഹംറിൻ, കള്ളുപോലെ. വഹിയ, ഈ കള്ള് അൽ മുത്തഹദത്തു മിനൽ ഇനബി, മുന്തിരിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ വ നബീദിൻ, വീഞ്ഞിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. വഹുവ, ഈ നബീദിൽ നിന്നുണ്ടാക്കുന്ന ഈ കള്ള് മിൻ വൈരിഹി, മുന്തിരി അല്ലാത്തതിൽ നിന്നുണ്ടാക്കുന്ന കള്ളാണ്.
വലൗ കത്രത്തൻ, അതൊരു തുള്ളിയാണെങ്കിലും ശരി അത് നജസ്. അമ്മൽ മുസ്കിറുൽ ജാമിദു, അപ്പോൾ ഖരപദാർത്ഥത്തിലുള്ള ലഹരി വസ്തുക്കളാകുന്നത് ഏതുപോലെ? കൽ ബഞ്ചി, ക്ലോറോഫോം പോലെ. ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ ബോധം കെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു തരം മയക്കുമരുന്നാണ്. കള്ളന്മാരൊക്കെ വസ്തുക്കൾ മോഷ്ടിക്കുന്നതിന് മുമ്പ് ആളെ ബോധം കെടുത്താൻ ഈ ക്ലോറോഫോം ഉപയോഗിക്കാറുണ്ട്. വളരെ പെട്ടെന്ന് ബോധം കെടും. ഏതായാലും ഈ ക്ലോറോഫോം, അതുപോലെ വൽ അഫ്യൂൻ, കറുപ്പ്, ഇതും ഒരു ലഹരി വസ്തുവാണ്. വൽ ഹഷീഷ്, കഞ്ചാവ്, ഇവകളൊക്കെ തോഹിറുൻ, അവകൾ തോഹിറാണ്, ശുദ്ധിയുള്ളത് തന്നെയാണ്. പക്ഷേ ലാക്കിൻ യഹ്റുമു, ഹറാമാണ്, തനാവുലുൽ കദിൽ മുസ്കിരി മിൻഹു, അതിൽ നിന്ന് മസ്താക്കുന്ന ഒരു അളവ് ഉപയോഗിക്കൽ ഹറാമാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് അൻ നജാസത്തു മിനൽ ഹയവാൻ, മൃഗങ്ങളിൽ നിന്ന് നജസായത്. അതേതാണ്? അൽ കെൽബു വൽ ഖിൻസീറു, നായയും പന്നിയുമാണ്. വഫി ഹുക്മിഹിമ, ഈ നായയും പന്നിയും ഇവ രണ്ടിൻ്റെയും ഹുക്മിൽ തന്നെയാണ് ആര്? ഫർഉ കുല്ലി മിൻഹുമ, ഈ നായയിൽ നിന്നും പന്നിയിൽ നിന്നും പിരിഞ്ഞുണ്ടായ എല്ലാ വസ്തുക്കളും. എന്ന് നോക്കുമ്പോൾ ലൗ നസാ കൽബുൻ, ഒരു നായ വ്യഭിചരിച്ചു, ഔ ഖിൻസീറുൻ, ഒരു പന്നി വ്യഭിചരിച്ചു, അല ആദമീയത്തിൻ, ഒരു മനുഷ്യ സ്ത്രീയുടെ മേൽ, ഫവലദത്ത്, അങ്ങനെ അവൾ പ്രസവിച്ചു, ആദമീയൻ, ഒരു മനുഷ്യ കുഞ്ഞിനെ പ്രസവിച്ചു എങ്കിൽ, ഫഹുവ, ആ കുഞ്ഞാകുന്നത് നജിസുൻ, നജസാണ്. ലാക്കിനോ, പക്ഷേ, ഹു, ആ കുഞ്ഞ്, മൗഫൂവുൻ അൻഹു, അവനെ തൊട്ട് അഫുവുണ്ട്, അവനക്ക് ഇളവ് നൽകുന്നുണ്ട്. മാത്രമല്ല വ മുക്കല്ലഫും ബി സ്വലാത്തി വൈരിഹി, നിസ്കാരം കൊണ്ടും അതല്ലാത്തത് കൊണ്ടും അവനോട് തക്ലീഫുമുണ്ട്. അവൻ നിസ്കരിക്കണം, അതല്ലാത്ത കാര്യങ്ങളൊക്കെ അവൻ ചെയ്യലും നിർബന്ധമാണ്. വ യജൂസു ഇമാമത്തു, അവനെ ഇമാമ നിർത്തലും അനുവദനീയമാണ്. വ മുമാസത്തുഹു, അവനെ സ്പർശിക്കലും അനുവദനീയമാണ്. വ ദുഹൂലു, അവൻ പ്രവേശിക്കലും അൽ മസ്ജിദ, പള്ളിയിലേക്ക് പ്രവേശിക്കലും അനുവദനീയമാണ്. വലൗ മഅ റുതൂബത്തി, അത് പശർമയോട് കൂടെയാണെങ്കിലും ശരി, അതൊക്കെ അനുവദനീയമാണ്. ഇനി അൻ നജാസത്തു മിനൽ ഫളലാത്ത്, ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. മൂന്നാമത്തെ കാറ്റഗറി. ഇന്ന് ഇവിടെ നിർത്തുന്നു. വസല്ലല്ലാഹു അലാ ഖൈറിൽ ഖുസീന മുൻ നബിയിൽ ഉമ്മി വഅലാ അലിഹി വസല്ലം. അസ്സലാമു അലൈക്കും.